വഖഫ് സംരക്ഷണ സമിതി നേതാക്കൾക്കെതിരെ അന്വേഷണം വേണമെന്ന് മുനമ്പം സമരസമിതി പ്രവർത്തകർ. വഖഫ് സംരക്ഷണ സമിതി നേതാക്കളായ നാസർ മനയിൽ, അബ്ദുൾ സലാം എന്നിവർക്കെതിരെയാണ് നടപടി ആവശ്യപ്പെടുന്നത്. ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിക്കണമെന്നാണ് ആവശ്യം. കഴിഞ്ഞയാഴ്ച മുനമ്പത്തെത്തിയ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന് നൽകിയ നിവേദനത്തിലാണ് ഈ ആവശ്യങ്ങൾ പറയുന്നത്. മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് വഖഫ് സംരക്ഷണ സമിതിയാണ്. ആലുവ സ്വദേശിയായ നാസിർ മനയിൽ, അബ്ദുൾ സലാം എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇവർ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്നാണ് ആരോപിക്കപ്പെടുന്നത്. ഞങ്ങൾക്ക് അതിനേക്കാൾ ഉപരിയായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം എന്നാണ്, ഇത്രയ്ക്ക് ക്രിമിനൽസ് ആയിട്ട് രണ്ടുപേര്, ഒരു സ്ത്രീ കൊടുത്ത പരാതിയിൽ പോലും ഹൈക്കോടതി പോലും ശിക്ഷിച്ച വ്യക്തിയാണ് ഈ ശ്രീ നാസർ മനയിൽ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇത്രയ്ക്ക് മോശം ജീവിത സാഹചര്യങ്ങളുള്ള, അല്ലെങ്കിൽ കോടതി പോലും ക്രിമിനൽ കുറ്റങ്ങൾക്ക് ശിക്ഷിച്ചിരിക്കുന്ന ഈ വ്യക്തികളെ വഖഫ് ബോർഡ് എങ്ങനെയാണ് ഇവർ കൊടുത്ത പരാതിയുടെ പേരിൽ ഞങ്ങൾക്കെതിരെ വീണ്ടും കേസുകളുമായിട്ട് മുമ്പോട്ട് പോകുന്നവൻ. മുൻ വഖഫ് ബോർഡ് അംഗങ്ങൾ കൂടിയായിരുന്നു നാസർ മനയിൽ. ബോർഡിൽ നടന്ന അഴിമതികൾ പുറത്തു വരാതിരിക്കാനാണ് മുനമ്പത്തെ കേസിലേക്ക് വലിച്ചിഴച്ചത്. വഖഫ് സംരക്ഷണ സമിതിക്ക് വർഗീയ അജണ്ടയുണ്ട്. മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഇടതു വലതു മുന്നണികൾ വഖഫ് സംരക്ഷണ സമിതിയെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. ഇവിടെ ഒരു വർഗീയ സ്പർദ്ധ ഉണ്ടാക്കാൻ മറ്റു പലരും ആരോപിക്കുന്നത് പോലെ ഈ വ്യക്തികളുടെ പ്രത്യേക അജണ്ടയുടെ പുറത്ത് വഖഫ് ബോർഡും അല്ലെങ്കിൽ വഖഫാണ് മുനമ്പം എന്ന് പറയുന്ന മറ്റു വ്യക്തികളും ശ്രമിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ എന്താണെന്ന് ഇവർ തിരിച്ച് ഞങ്ങളോട് പറയേണ്ടി വരും. മറ്റൊന്നുള്ളത്, ഈ കേരളത്തിലെ ഇടതു വലത് പക്ഷ രാഷ്ട്രീയക്കാർ ഈ വ്യക്തികളെ അംഗീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തികൾ അംഗീകരിക്കുന്നുണ്ടോ കൂടി ഒരു ചോദ്യം കൂടി ഈ സമൂഹത്തിന്റെ പേരിൽ ഞാൻ മുമ്പോട്ട് വെക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുനമ്പത്തെത്തിയ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന് കൈമാറിയ നിവേദനത്തിലാണ് ആരോപണങ്ങൾ. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണവും സമരസമിതി ആവശ്യപ്പെടുന്നുണ്ട്. ജനം, കൊച്ചി.